ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് പ്രശസ്തനായ BBC ചാനൽ അവതാരകൻ ഡേവിഡ് ഹാർപ്പർ ആജ്ഞേയവാദിയായി കണക്കാക്കിയിരുന്ന തന്റെ ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങളെ മാത്രം ഉയർത്തിക്കാട്ടുകയും ദൈവം എന്നത് വെറും സങ്കല്പം മാത്രമാണെന്ന ആശയം വിശ്വസിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്ന ഹാർപ്പർ ഇപ്പോൾ യേശുവാണ് ഏകരക്ഷകനെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ചെറുപ്പം മുതലേ മാനുഷിക ബുദ്ധിയിലും ധാർമ്മിക ബോധത്തിലും മാത്രം അധിഷ്ഠിതമായിരുന്ന ഹാർപ്പർ തന്റെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ ഉണ്ടായ ദൈവാനുഭവത്തിലൂടെയാണ് ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നുവന്നത്. തന്റെ പ്രിയപ്പെട്ട മകൾ വിഷാദരോഗത്തിലകപ്പെട്ടപ്പോൾ സ്നേഹനിധിയായ ആ പിതാവ് ലോകത്ത് ലഭിക്കാവുന്ന എല്ലാ വൈദ്യശാസ്ത്ര സാധ്യതകളെയും മകൾക്കു വേണ്ടി ആശ്രയിച്ചു. എന്നാൽ നിരാശയായിരുന്നു ഫലം. എന്നാൽ ആത്മീയതയിലേക്ക് തിരിഞ്ഞ മകളിൽ കണ്ട പ്രത്യക്ഷമായ മാറ്റങ്ങൾ അയാളിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു. ക്രിസ്തുവിശ്വാസത്തിൽ മുൻപോട്ടു പോയ അവളിൽ ദൃശ്യമായുണ്ടായ മാറ്റങ്ങൾ ദൈവവിശ്വാസത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. എന്നിരുന്നാലും അയാളിൽ ബുദ്ധിക്കും ഹൃദയത്തിനും നടുവിൽ ഒരു വലിയ വടംവലി തന്നെ നടന്നുപോന്നു. എന്നാൽ ഒരു ദിവസം പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനും ക്രൈസ്തവ വിശ്വാസ പ്രഘോഷകനുമായ ജോൺ ലെനോക്സിന്റെ ഒരു പ്രസംഗം ഹാർപ്പർ കാണാനിടയായി. അതിൽ ക്രിസ്തുവിന്റെ സ്നേഹം കടുത്ത വിഷാദരോഗത്തിൽ നിന്നും വിമോചിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ കഥ അദ്ദേഹം കേൾക്കാനിടയായി. ഇത് ഹാർപ്പറിൽ വലിയ മാറ്റമുണ്ടാക്കി. അയാൾ തന്റെ മകൾക്ക് സംഭവിച്ച വലിയ സൗഖ്യം തിരിച്ചറിയുകയും ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നുവരികയും ചെയ്തു. ക്രിസ്തു കുരിശിൽ മരിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിന്റെ കുരിശുമരണം സത്യമാണെങ്കിൽ, അവൻ തന്നെയാണ് യഥാർത്ഥ ലോകരക്ഷകനായ ക്രിസ്തുവെന്ന് ഹാർപ്പർ പറയുന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരോട് സത്യത്തെക്കുറിച്ച് പറയാനാണ്. യേശു ക്രിസ്തുവാണ് ആ സത്യം. ക്രൈസ്തവ വിശ്വാസം വെറുമൊരു അമൂർത്ത ആശയമല്ല, മറിച്ച് ദൈവവുമായുള്ള പരിവർത്തനാത്മകമായ ഒരു കണ്ടുമുട്ടലാണെന്നതിന്റെ തെളിവാണ് ഡേവിഡ് ഹാർപ്പറിന്റെ ജീവിതം. ചർച്ച് ഡെസ്ക്, ഷെഖേന ന്യൂസ്.